അതെ, കർണിക ഇനി മുതൽ ഡാൻസ് ക്ലാസ്സിൽ വരുന്നില്ല. അവളെ കാണാനായിട്ട് ആരും ഇങ്ങോട്ട് വരണമൊന്നുമില്ല. ആരോട് വാശി കാണിക്കാനാ നീ ഭക്ഷണം കഴിക്കാതെ പട്ടിണിക്ക് ഇരിക്കുന്നത്? ചേട്ടന്റെയും അനിയത്തിനും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ ഞാനാ. വന്ന് എഴുന്നേറ്റ് ഈ പാലെങ്കിലും കുടിച്ചിട്ടൊന്ന് കിടന്നുറങ്ങാൻ നോക്ക്. വാസുട്ടാ, എനിക്ക് ഡാൻസ് സ്കൂളിൽ പോണം. എനിക്ക് ഇതിന്റെ അകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. അവരെ നാട്ടിൽ നിന്ന് തന്നെ പോയില്ല. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ഒട്ടും പറ്റാത്തോണ്ട. പ്ലീസ് ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല? എത്ര നാളാച്ചിട്ട് അവളെങ്ങനെ പുറത്തിറക്കാതിരുത്തണത്? ഇന്നലെയും കൂടിയും അവൾ എന്നോട് ഡാൻസ് സ്കൂളിൽ പോണെന്ന് കരഞ്ഞു പറഞ്ഞു. നീ ഒന്ന് സമ്മതിക്കേ കണ്ണാ. എനിക്ക് അവളുടെ കണ്ണീര് കണ്ടടങ്ങിയിരിക്കാൻ കഴിയില്ല. അച്ഛനുമില്ലാത്ത കുഞ്ഞാണ്. സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ഈ ഭൂമിയിൽ നീ മാത്രമേ ഉള്ളൂ. മനപ്രയാസം കൊണ്ട് അവൾ എന്തേലും കടുങ്കായി ചെയ്തു പോയാ ജീവിതം മുഴുവൻ നിനക്ക് മനസ്സമാധാനം കിട്ടില്ല കണ്ണാ. പറയാനല്ലേ പറ്റോ? സ്വന്തം പെങ്ങളെ പാതിരാത്രി വേറൊരുത്തരും വീട്ടിൽ വിളിച്ചു കയറ്റാ? ഏതൊരു ആംഗലം ചെയ്യുന്നേ ഞാനും ചെയ്തുള്ളൂ. ചെയ്തത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. അതിലെനിക്ക് ഒരു കുറ്റബോധമില്ല. പിന്നെ ഞാൻ കാരണം ഇവിടെ ആരും പട്ടിണി കിടക്കും കടുങ്കൈ ചെയ്യൊന്നും വേണ്ട. കണ്ണാ, കണ്ണാ, അവസാനം വാസോട്ടൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലേ? പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല വാസോട്ട. നെഞ്ചിടന്ന് പിടയ്ക്കുക. വാസോട്ടൻ അറിയാലോ എനിക്കുള്ള എന്തിഷ്ടായിരുന്നു. ഒരു ദിവസം മുമ്പേ ഞാൻ അവളെ ഞാനൊന്ന് പുറത്തോട്ട് വരാം. കർണൻ പോകുന്നത് നോക്കി അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ വാസ്തവൻ അവിടെ നിന്നു. എന്തു പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഒരു വശത്ത് തൻകുഞ്ഞിനെ പോലെ പ്രാണൻ കൊടുത്ത് സ്നേഹിച്ച കർണികയുടെ ആത്മഹത്യ, മറുവശത്ത് അത് തന്നെ ആലോചിച്ച് ഹൃദയം തകർന്നിരിക്കുന്ന കർണൻ. ഇതിനിടയിൽ കിടന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്ന് പുറകോട്ട് പോയി. ഓക്കെ സർ. പേജ് നമ്പർ 25. എല്ലാ പെൺകുട്ടികളെ പോലെയും കർണികയുടെ ഉള്ളിലും ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു പ്രണയം. നിൽക്കട്ടെ, ആർട്ട് സ്കൂളിൽ അവിടെ നിൽക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് നീ പറയും. കള്ളം പറയാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യുന്ന സ്ഥലം മാറും, രീതിയും മാറും. പറയടാ. നിന്നെ ഏൽപ്പിച്ച ജോലി നീ വൃത്തിയായി ചെയ്തു. ഇതാ നീ പറഞ്ഞതിൽ കൂടുതലുണ്ട്. പോയി മുട്ടടാ. ഞങ്ങളുടെ മനയിൽ വരാനുള്ള ആഗ്രഹമല്ലേ? അത് മാത്രം നടക്കില്ല. ഒന്ന് തുറന്നു നോക്കി. ഞാൻ നിന്നെ മനയിലേക്ക് കൊണ്ടുവിട്ടെ. നീ ഈ ആയുസ് മുഴുവൻ ശ്രമിച്ചാലും ഇതിനകത്തുള്ളൊരു കല്ല് പോലും നിനക്ക് വാങ്ങാൻ കഴിയില്ല. ഒന്ന് പോടി അവിടെ. ഞാൻ വിശ്വസിക്കില്ല. ഇങ്ങ് വാ.
നിങ്ങൾ പറഞ്ഞ പണി ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ 1 2 രത്നങ്ങളല്ല അവിടെ ഉള്ളത്. ആ പെട്ടി നിറയെ രത്നങ്ങൾ. എനിക്കിത് എടുക്കാൻ പറ്റുള്ളൂ. ദയവ് ചെയ്ത് ഇതിൻ്റെ പേരിൽ ഇനി എന്നെ ആരും ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുമല്ല സാർ. അന്നത്തെ ചോരത്തിളപ്പിന് ഒരുപാട് കാശ സാർ തരാമെന്ന് പറഞ്ഞപ്പോൾ കോട്ട് നിന്ന് പോയതാ. കാര്യം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ കാശ് തരികയും ചെയ്തു. പിന്നെ ഞാൻ ഇവിടെയായിരുന്നു. അതിനുശേഷം ഞാൻ ആ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല സാർ. നീ കൂടെ കൂടെ ഈ സാർ എന്ന് പറയുന്നുണ്ടല്ലോ. ആരടാ നിന്റെ ഈ സാറ്? ഞാൻ ഇതുവരെ അയാളെ നേരിൽ കണ്ടിട്ടില്ല. പുള്ളിയുടെ ഒരു സഹായി വഴിയായിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നത്. പിന്നെ സാറിപ്പോൾ പറഞ്ഞ എഴുത്തുകാരി, അവരെ എനിക്ക് അറിയ പോലും ഇല്ല. പിന്നെ എന്തിനാ സാർ ഞാൻ അവരെ കൊല്ലാൻ നോക്കുന്നത്? അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല സാറേ. പിന്നെ കർണിക, അവൾ അത്രയും നാൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്നോ അവസാനം അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്നോ ഞാൻ കരുതിയില്ല സാറേ. കാശിന് വേണ്ടി ഒരു പാവം പെണ്ണിനെ പ്രേമം നടിച്ച് ചതിച്ച് അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടിട്ട് നല്ല പിള്ള കളിക്കണോ? തൽക്കാലം ഞാൻ അന്വേഷിക്കുന്ന കേസ് ഇതല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ എഴുത്തുകാരിയുടെ മൊഴിയെടുക്കുമ്പോൾ അഥവാ ഈ കേസ് അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്റെ ഒരു പേര് വന്നാൽ ഇതിനെല്ലാം കൂട്ടി ഞാൻ നിനക്ക് തരും. അവനാള് പക്ക ഉടായിപ്പ സാറേ. കണ്ടില്ലേ മുഖത്ത് നോക്കി കള്ളം പറയുന്നേ. സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 പൊട്ടിച്ച നടന്ന കാര്യങ്ങളെല്ലാം നല്ല മണി പോലെ അവൻ പറയും. പിന്നെ സാറിങ്ങനെ തണുപ്പ് മട്ടിലിരിക്കുന്നത് എന്തിനാണെന്നാ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്ത. രാജേഷേ, താനോട് ഇറങ്ങിക്കോ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആർക്കും ഒരു സംശയം തോന്നരുത്. ഇവിടെ വരെയല്ലടാ നീ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതെ സാർ. അവര് സംസാരിച്ചൊന്നും നീ കേട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല സാർ, അവർ കുറച്ച് മാറിയിരുന്ന സംസാരിച്ചത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരം അവൾ അതിനെപ്പറ്റി വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, ഞാൻ അതിനെപ്പറ്റി ചോദിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. പിന്നെ പറയാന്നാ പറഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ എങ്ങോട്ടാ പോയത്? അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാൻ പറഞ്ഞ പോയിന്റിൽ തന്നെ നീ വന്ന് നിന്നു. അതേടാ, നീ പറഞ്ഞ പോലെ എല്ലാം എൻ്റെ തോന്നൽ മാത്രമായിരുന്നു. 3-4 ദിവസം ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയല്ലേ. സോറി. എന്തിന്? പിന്നെ ഇനി നീ അടുത്ത കഥ എഴുതുമ്പോൾ ഈ ഭൂതവും പ്രേതവും പിശാശും മാങ്ങാത്തോലി ഒന്നും വേണ്ട. ഒരു നല്ല ലവ് ട്രാക്ക് പിടിച്ചാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എടാ, അച്ഛൻ ദേ ചായ എടുക്കുന്നുണ്ട്, കുടിച്ചിട്ടേ പോകാവൂ. അല്ല, നീ പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. പോട്ടെ. ഇർഷാദെ, നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ? അല്ല സാർ, ആ നന്ദൻ കർണിയെ ചീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആ കഥയിലുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവരുടെ കഥയിലില്ലാത്ത കാര്യം സാർ എങ്ങനെ മനസ്സിലാക്കി? അവളത് ആദ്യം കഥയിൽ എഴുതിയിരുന്നു ഇർഷാദ്. പിന്നീട് അവള് തന്നെ തീരുമാനിച്ചു അതാരും അറിയേണ്ടതില്ലെന്ന്. അല്ല, പിന്നെ സാറിനതെങ്ങനെ മനസ്സിലായി? ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ. കൃഷ്ണനെ തന്നെ കഥയൊന്ന് ഓപ്പൺ ചെയ്തേ. പേജ് നമ്പർ 45 എടുക്കും. അതിൽ അവൾ അവനോട് യാത്ര പറഞ്ഞിട്ട് പോകുന്ന ഭാഗവും അതിനുശേഷമുള്ള ഭാഗങ്ങളൊന്ന് ഓടിച്ചു നോക്കി. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല സർ. ആ ഭാഗം വരെയുള്ള അവളുടെ കൈയിഷ്ടം ശ്രദ്ധിച്ചേ. വടിവൊത്ത തെളിമയാർന്ന ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? എന്നാൽ അതിനുശേഷം അടുക്കും ചിട്ടയില്ലാത്ത അക്ഷരങ്ങളും വാക്കുകളും തെറ്റുകളും എന്തൊക്കെയോ ധൃതി വെച്ച് എഴുതിയ പോലെ. ഓ, അപ്പോ ഇതായിരിക്കാം അന്ന് ലാസ്റ്റ് ദിവസം അവള് വെളിയിൽ പോയി വന്ന ശേഷം ധൃതി പിടിച്ച് എഴുതിയെന്ന് സ്വാമിനാഥൻ പറഞ്ഞ ഭാഗം. There you go. Which means from that point she changed the story. അതിന് നമ്മൾ അവിടെ അരിച്ചു പറിക്കുകയല്ലേ സാർ? എന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. ചിലപ്പോൾ അവൾ അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവും. ആൻഡ് പോസിബിളി ഷീ ട്രൈ ടു കൺവേർട്ട് ഓൾ ടു എ ഡിജിറ്റൽ ഫോർമാറ്റ്. ഓ, അപ്പൊ ആ സമയത്തായിരിക്കും സ്വാമിനാഥൻ അവിടെ വന്നിട്ടുണ്ടാവുക. ആ ക്രൈം സീനിലെ ഫോട്ടോസ് എല്ലാം എടുത്തേ. Damn, we missed something crucial. Let us imagine a scenario.
അവൾക്ക് ചായ കൊടുത്തിട്ട് സ്വാമിനാഥൻ താഴേക്ക് പോകുന്നു. അമ്മു ടൈപ്പിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് അവൾ വെളിയൊരു ശബ്ദം കേൾക്കുന്നു. അവൾക്കുള്ളിൽ ഭയം തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവൾ അത്രയും നേരം ടൈപ്പ് ചെയ്ത് സേവ് ആക്കി യുഎസ്ബിയിലേക്ക് കോപ്പി ചെയ്ത് ധൃതിയിൽ ഡിസ്കണക്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ഹൗ ദിസ് മെസ്സേജ് ഇസ് ഹിയർ. അവളുടെ ലാപ്ടോപ്പിൽ നിന്ന് റീസ്റ്റോർ ചെയ്ത ബ്രൗസിംഗ് ഹിസ്റ്ററി എടുത്തേ. ക്രിസ്ത്യന ഫോൺ കൂടെ. സി 4 ദിവസം മുമ്പ് അവൾ ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അത് ഡെലിവറി ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ക്രിസ്ത്യന, search thoroughly her home and enquire in the hospital as well. At any cost, I need this device. ഷുവർ സർ. Irshad, sir, arrange an urgent meeting by tomorrow at sharp 9 a.m. ഓക്കെ സർ.